കേരളത്തിൻ്റെ സമഗ്ര വികസനം നടപ്പാക്കണമെങ്കിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും വരണം. ഇത്തവണ ആ അഭിപ്രായം പറഞ്ഞത് മുൻ നീതി ആയോഗ് CEO ആയിട്ടുള്ള അമിതാഭ് കാന്താണ്. അദ്ദേഹം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വികസനത്തെ മാതൃഭൂമി ചാനലിൽ, ശ്രദ്ധിക്കുക, സംഘപരിവാറിൻ്റെ സ്വന്തം ചാനലിൽ നീതി ആയോഗിൻ്റെ മുൻ CEO ആയതുകൊണ്ട് തന്നെ ഒരു പ്രതികരണം ഈ സർക്കാരിനെതിരെ വെച്ച് കാച്ചാമെന്ന പ്രതീക്ഷയിൽ ചെന്ന് കോലും കൊണ്ട് കയറിക്കൊടുത്തതാണ്. പറഞ്ഞതോ പിണറായി വിജയന് പൊൻതൂവലാകുന്ന മറുപടി. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളം ഒന്നാം സ്ഥാനത്തുണ്ട്. വ്യവസായ മേഖലയിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ സ്വകാര്യവൽക്കരണം ഊർജിതമാക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴേ അത് സാധ്യമാകൂ. നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്ത് പറഞ്ഞു. സിംഗപ്പൂരും കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്, കേരളയും കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. അവർ ഇമ്പോർട്ട് ചെയ്തു, ഡിസിപ്ലിൻ കൊണ്ടുവന്നു, ഇന്റഗ്രിറ്റി കൊണ്ടുവന്നു, അവർ വാല്യൂ അഡിഷൻ ചെയ്തു, വാല്യൂ അഡിഷൻ ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് കേരള ഒരു സിംഗപ്പൂർ പോലെ ഒരു ഡെവലപ്മെന്റ് മോഡൽ അഡോപ്റ്റ് ചെയ്യും. രാഷ്ട്രീയ പിന്നെ ബ്യൂറോക്രാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് ഇച്ഛാശക്തി ആവശ്യമാണ് ഇതിനു വേണ്ടി. ഈ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ സാധിക്കും. മിസ്റ്റർ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ആണ്, അദ്ദേഹം വളരെ സ്ട്രോങ് ചീഫ് മിനിസ്റ്റർ ആണ്, അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ സാധിക്കും. അമിതാഭ് കാന്ത് മാത്രമല്ല, കേരളത്തിലെ വ്യവസായ മേഖലയിൽ സംരംഭകരായിട്ടുള്ള പലരും ഇതേ വാചകം ആവർത്തിച്ച് പറയുന്നുണ്ട്. വെറുതെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. പ്രവൃത്തിയിലുള്ള വിശ്വാസം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇച്ഛാശക്തിയെക്കുറിച്ച് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമാണ്. ആ പ്രതികരണം പലയിടങ്ങളിൽ നിന്നും ഒരേ ശബ്ദം പോലെ ഉയർന്നു വരികയാണ്. കേരളത്തിൻ്റെ വരുംകാല വളർച്ചയ്ക്ക് ആവശ്യം അത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ്. അത് പിണറായി വിജയൻ അല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് അമിതാഭ് കാന്ത് സർട്ടിഫൈ ചെയ്യുമ്പോൾ അത് ഈ നാട് കേൾക്കേണ്ട ശബ്ദമാണ്. ഇന്നലകളിൽ സാമുദായിക സംഘടനാ നേതാക്കന്മാരെയും ജാതിമത സമവാക്യങ്ങൾ നോക്കി കേരളത്തിൻ്റെ പല കാര്യങ്ങളും മാറ്റിവെച്ചിടത്ത് അങ്ങനെയല്ല, കേരളത്തിൻ്റെ വികസനത്തിന് മറ്റൊന്നും ഒരു തടസ്സമല്ല. അതിനെ എന്ത് വില കൊടുത്തും നേരിടും, മറികടക്കും. ആ ശക്തമായ നിലപാടിന് പിണറായി വിജയൻ സർക്കാരിന് കിട്ടുന്ന അഭിനന്ദനങ്ങൾ ചെറുതല്ല. അതും വിശ്വഗുരുവിൻ്റെ നീതി ആയോഗിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തി തന്നെ ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടെങ്കിൽ എന്താണ് ആ തീരുമാനങ്ങൾ പൊതുസമൂഹത്തിന് കൊടുത്തിരിക്കുന്ന സന്ദേശമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം പല പ്രമുഖരുടെ പ്രതികരണവും പല രാഷ്ട്രീയ സാഹചര്യങ്ങളും പിണറായി 3.0ക്ക് സമയമായി എന്നുള്ള ശക്തമായ സന്ദേശം പുറത്തേക്ക് പ്രചരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളൊക്കെ തുറന്നു കാട്ടുന്ന വസ്തുത.